യെസ്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ സ്കൂബ ടീമിൻ്റെ തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. വള്ളം ഇറക്കി, അതിനുശേഷം അവിടെ ലൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ വലിയ ലൈറ്റുകൾ ജനറേറ്റർ ഉപയോഗിച്ച് ആ പുഴയിലേക്ക് ഇപ്പോൾ വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. സ്കൂബ ടീം ഡൈവിങ്ങിനായി തയ്യാറായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പുഴയിലിറങ്ങിയുള്ള തിരച്ചിലാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ പ്രദേശവാസികളൊക്കെ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏതൊക്കെ ഇടങ്ങളിലാണ് തിരച്ചിൽ നടത്തേണ്ടതെന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ സ്പോട്ട് ചെയ്ത ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ പുറത്ത് വന്ന വാർത്തകളിൽ നമ്മൾ ഇത്രമാത്രം ഗൗരവം നമ്മൾ പ്രതീക്ഷിച്ചതല്ല. കാരണം സാധാരണഗതിയിൽ ഒരു മിസ്സിംഗ് കേസായി ഇത് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ഘട്ടത്തിൽ. പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ, അനുബന്ധമായി വന്ന തുടർ വാർത്തകളൊക്കെ വീണ്ടും വീണ്ടും നമ്മളെല്ലാവരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് ഈ 7 മണിവരെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി, അതായത് തെളിവായി CCTV ദൃശ്യങ്ങളുണ്ട് എന്ന വാർത്തയായിരുന്നു. അത് മൂഴിക്കുളത്ത് ഈ കുഞ്ഞുമായി എത്തിയപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ കിട്ടിയ CCTV ഫുട്ടേജസാണ്. അതിൽ നിന്നാണ് 7 മണിവരെ കുഞ്ഞും അമ്മയും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ കുഞ്ഞ് മിസ്സിംഗ് ആണെന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 7 മണിക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ സമയം രാത്രി 1 മണിയാണ്, പുലർച്ചെ 1 മണിയാണ്. അതായത് 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ കുഞ്ഞിനെ കാണാതായിട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 6 മണിക്കൂറായി ഒരു കുഞ്ഞിനായി 3 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ നടക്കുന്നു. കാത്തിരിപ്പിലാണ് ഒരു നാട് ഒന്നാകെ. തിരുവാങ്കുളവും ഒപ്പം മൂഴിക്കുളവും അത് ഒരേ രീതിയിൽ കാത്തിരിക്കുകയാണ്. ഈ കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സ്കൂബ ടീം എത്തി ഇപ്പോൾ മൂഴിക്കുളത്തെ ഈ പുഴയിലടക്കം തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളനുസരിച്ച്, പോലീസും ശരിവെച്ച കാര്യങ്ങളനുസരിച്ച് ഈ മൂഴിക്കുളം പാലം വരെ 2 പേരും ഉണ്ടായിരുന്നു. അത് 7 മണി സമയത്താണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ തിരുവാങ്കുളത്തുനിന്നും 3:15 അങ്കണവാടിയിൽ നിന്നും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അമ്മ ഇവിടെ മൂഴിക്കുളത്ത് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പാലം വരെ എത്തിയിട്ടുണ്ടെന്ന കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്, എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്ത ശേഷം. പിന്നീട് ഈ കുറുമശ്ശേരിയിലേക്ക് പോയത് സ്ത്രീ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകളടക്കം അത് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ ഈ പുഴയിലേക്കാണ്. ഇവിടെയാണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ സ്കൂബ ടീം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അടിയൊഴുക്ക് കുറവാണ് എന്നതൊരു പോസിറ്റീവ് ഘടകമാണ്. അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവുണ്ടായിരുന്നു, അത് പരിഹരിക്കാനെന്നോണം ജനറേറ്റർ ഉൾപ്പെടെ സംഘടിപ്പിച്ച് വലിയ ലൈറ്റുകൾ അവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്കൂബ ടീം ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെ, എത്ര ടീമംഗങ്ങളുണ്ട് സ്കൂബ ഡൈവിംഗ് ടീമിൽ? അവരുടെ തിരച്ചിൽ ഈ പാലത്തോട് ചേർന്നാണോ, പാലത്തിന് തൂണുകളോട് ചേർന്നാണോ? പ്രജിൻ, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ചില പ്രതിസന്ധികളുണ്ട്. അത് മറികടന്നുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചു. പക്ഷേ അല്പം മുൻപ് മാറി നിന്ന മഴ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിലേക്ക് പോകുന്നുണ്ട്. അതൊരു പക്ഷേ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ പാലത്തിനോട് ചേർന്ന്, പാലത്തിന് നേരെ താഴെയായിട്ട് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുകയാണ്. ഏതാണ്ട് 6 അംഗ സ്കൂബ ടീമാണ് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതിൽ 3 പേർ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ മറ്റൊരു വശത്തും ഈ നാട്ടുകാരടക്കം സ്വന്തം വള്ളങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ കാണാതായ നിർണായക മണിക്കൂറുകളിൽ കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അമ്മയുടെ മൊഴി വൈരുദ്ധ്യമായത് ഇപ്പോൾ ഒരുപക്ഷെ ഈ കേസിനെ സംബന്ധിച്ച്, ഈ തെരച്ചിലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കി. മാത്രമല്ല, ഈ പുഴയുടെ മൂഴിക്കൽ പാലത്തിലേക്ക് പോയി എന്ന CCTV ദൃശ്യം വന്നപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരോട് ഈ വിവരം പങ്കുവച്ചിരുന്നു. അതിനുശേഷം നാട്ടുകാർ ആദ്യം വള്ളങ്ങളിൽ പരിശോധന ആരംഭിച്ചു, തിരച്ചിൽ ആരംഭിച്ചു. ആ ഒരു തിരച്ചിൽ നടത്തിയ വ്യക്തിയുടെ പ്രതികരണമാണ് അല്പസം മുമ്പ് തന്നെ നമുക്ക് ലഭ്യമായത്. അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അടിയൊഴുക്കില്ല, പക്ഷേ ഈ മരത്തടികളെല്ലാം തന്നെ ഈ പാലത്തിന് സമീപം കെട്ടി നിൽക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മാത്രമല്ല, രാത്രി ഏറെ വൈകി ഇത് തിരച്ചിലിനെ തിരിച്ചടിയാകുന്നുണ്ട്. കൃത്യമായ വെളിച്ചക്കുറവ് ഈ ഒരു തിരച്ചിലിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ മഴ, മണിക്കൂറുകളായി ഈ മേഖലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ഈ തിരച്ചിലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായി. ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ സ്കൂബ ടീം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ പാലത്തിന് നേരെ താഴെയായി തിരച്ചിൽ നടത്തുന്നു. വെളിച്ചക്കുറവ് പരിഹരിക്കാനായി പാലത്തിന് മുകളിൽ ഇപ്പോൾ വെളിച്ചം ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു നാടൊന്നാകെ തന്നെ ഈ ഒരു തിരച്ചിലിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് ഈ രാത്രി ഏറെ വൈകിയും നമ്മൾ കാണുന്നത്. ഈ കാണാതായ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ പ്രദേശം കൃത്യമായി അറിയാം. ഏതാണ്ട് 2-2.5 കിലോമീറ്റർ അകലെയാണ് കുട്ടിയുടെ അമ്മയുടെ വീട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ചുറ്റുപാടെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്നൊരു സ്ത്രീ കൂടിയാണ്. എന്തായാലും എങ്ങനെയാണ് ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലുള്ളൊരു അന്വേഷണം പോലീസ് നടത്തി വന്ന് പിന്നീട് ഏറ്റവും ഒടുവിലായി CCTV ലഭിച്ചു. ആ CCTVയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുഴയുടെ സമീപത്ത് ഈ തിരച്ചിൽ ശക്തമാക്കിയത്. അതിന് മുൻപായി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്.
നടക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലുടനീളം പോലീസ് പഴുതടച്ചുള്ള ഒരു തിരച്ചിലാണ് നടന്നു വന്നത്. പക്ഷേ പിന്നീട് ഈ CCTV ദൃശ്യം വന്നതിന് ശേഷം ഈ മൂഴിക്കുളം പാലത്തിന് നേരെ താഴെ വെച്ചുള്ളൊരു തിരച്ചിലേക്ക് എന്തായാലും പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും കൂടാതെ സ്കൂബ ടീം അടക്കം ഇവിടെ എത്തിയിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും 6 അംഗ സംഘത്തിൽ ഇപ്പോൾ ഈ തിരച്ചിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നു വരുന്നുണ്ട് എന്ന് തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്തായാലും സ്കൂബ ടീം അടക്കമുള്ള സംഘമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ എത്തി തിരച്ചിൽ നടത്തി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 3 പേർ വള്ളത്തിൽ നിന്ന് ഇപ്പോൾ പുഴയിലേക്ക് ചാടിയിട്ടുണ്ട്. അവർ പുഴയിലേക്ക് ആഴങ്ങളിൽ ഇറങ്ങി തിരച്ചിൽ നടത്തും. നേരത്തെ സൂചിപ്പിച്ചു അടിയൊഴുക്കില്ല. പക്ഷേ ഈ മരത്തടികളെല്ലാം തന്നെ ഇവിടെ വന്ന് അടിഞ്ഞൊരു സാഹചര്യത്തിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് പ്രകാരമുള്ള തിരച്ചിൽ നാട്ടുകാരുടെ ഭാഗത്തും ഒരു വശത്ത് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിർണായക മണിക്കൂറുകളിൽ അമ്മ കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ഏക വ്യക്തി അമ്മയാണ്. അതുകൊണ്ട് അമ്മയുടെ മൊഴികൾ പോലീസ് പലതവണ വിശ്വസിച്ച് അവിടെയെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. പക്ഷേ പിന്നീടുണ്ടായ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അതിനുശേഷമാണ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ മൂഴിക്കുളം പാലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ശക്തമാക്കിയത്. ഇപ്പോൾ സ്കൂബ ടീം പുഴയിലേക്ക് ഇറങ്ങി ആഴങ്ങളിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും നാട്ടുകാർ ഒന്നടങ്കം ആ ഒരു 3 വയസ്സുകാരിക്ക് വേണ്ടി എന്തായാലും നാടൊന്നാകെ ഒരു തിരച്ചിലുമായി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം വൈകിട്ട് 3 മണിവരെ അംഗൻവാടി കുട്ടികൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് കളിച്ച് ചിരിച്ച കുട്ടിയാണ് പിന്നീട് ഈ മണിക്കൂറുകളിൽ കാണാതായത്. അത് സ്വന്തം അമ്മയ്ക്കൊപ്പം പോയ കുട്ടി പിന്നീട് കാണാതാവുകയായിരുന്നു. മാത്രമല്ല ഇതിൽ അമ്മയുടെ മൊഴി അത് പോലീസ് സംബന്ധിച്ച് ഏറെ തിരിച്ചടിയായി. കാരണം പല സമയങ്ങളിൽ പല മൊഴികൾ നൽകിയത് കേസിനെ സംബന്ധിച്ചാണെങ്കിൽ നിർണായക മണിക്കൂറുകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതിനുശേഷം നടത്തിയ CCTV ദൃശ്യം, കാരണം പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ അമ്മയുടെ മൊഴിയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പോലീസ് ഈ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ശക്തമാക്കിയത്. ആ CCTV കേന്ദ്രീകരിച്ച് ഓരോ നിമിഷവും അമ്മയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് CCTV ദൃശ്യങ്ങളുടെ തെളിവാക്കി തന്നെ ചോദ്യം ചെയ്യലിൽ ഏറ്റവും ഒടുവിലായി മൂഴിക്കുളത്ത് കുട്ടി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയത്. കുട്ടി അമ്മയുടെ വീട് ഇവിടെ നിന്ന് 2-2.5 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ ഓട്ടോ ഡ്രൈവറും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടായ മണിക്കൂറുകളെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ ശക്തമാക്കുകയായിരുന്നു. എന്തായാലും ഈ നിർണായക മണിക്കൂറുകളിൽ ഒരു ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു തിരച്ചിലിൻ്റെ ഭാഗമായിരിക്കുന്നത്.